ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റേറിയൻ വിഭവമാണ് തേങ്ങാപ്പാൽ ബിരിയാണി. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ച് തന്നെ ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പാൽ മാത്രം എടുക്കേണ്ട ഒരു ആവശ്യമേ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. നോക്കിയാലോ. കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ആവശ്യത്തിന് ഒഴിക്കാം. ഇതിനൊപ്പം ഒരു സ്പൂൺ നെയ്യും കൂടി ചേർക്കാം. എണ്ണയും നെയ്യും ഒക്കെ ചൂടായി വരുമ്പോൾ അതിലേക്ക് 4 കഷ്ണം ഗ്രാമ്പൂ, 2 കഷ്ണം ഏലക്ക, ഒരു ബേ ലീഫ്, 2 കഷ്ണം കറുവപ്പട്ട ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞത് ചേർക്കാം. സവാള ഒന്ന് സോഫ്റ്റായി വരണം. കൂടുതൽ കളർ മാറണ്ട, ചെറുതായിട്ടൊന്ന് സോഫ്റ്റായാൽ മതി. ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് നേരം ഒന്ന് വഴറ്റാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റണം. 2 വലിയ പച്ചമുളക് കീറിയത് ഇതിലേക്കിടാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. കുറച്ച് മല്ലിയില, ഒരു തക്കാളി, മീഡിയം സൈസ് ഒരു തക്കാളി സ്ലൈസ് ചെയ്തത്. തക്കാളി ഒന്ന് വെന്ത് വരട്ടെ. ഇതിലേക്ക് നമ്മൾ 2 കപ്പ് ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തതാണ്. ഈ റൈസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഇത് ഞാൻ 2 കപ്പ് അരിക്ക് 2 കപ്പ് തേങ്ങാപ്പാലും 1 കപ്പ് വെള്ളവുമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. പാലധികം കട്ടിയാവരുത്, 2ാം പാലാണ് ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കൂടുതൽ ഉപ്പ് മുന്നിട്ട് നിൽക്കണം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ വെന്ത് വരുമ്പോൾ കറക്റ്റായിരിക്കും. ഇനി നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിലടിച്ചാൽ മതിയാകും. ഗ്യാസ് എന്നിട്ട് ഓഫ് ചെയ്യാം. എന്നിട്ട് ഉടനെ തുറക്കരുത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കുക്കറിൻ്റെ മൂടി തുറക്കാവൂ. ആവി വന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. കറക്റ്റായിട്ട് റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കാഷ്യൂനട്ടും റൈസിൻസും ഒന്ന് നെയ്യിൽ വറുത്ത് അതിലേക്ക് ചേർക്കാം. അങ്ങനെ തേങ്ങാപ്പാൽ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അധികം സാധനങ്ങളൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.